നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കവിയൂർ ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനും പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും ഉള്ള പ്രവർത്തനം കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം ഘട്ട പ്രവർത്തനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ടം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കവിയൂർ ഗ്രാമപഞ്ചായത്ത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ കവിയൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ, കവിയൂരിലെ എല്ലാ വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായും മാലിന്യം ഒഴിവാക്കിക്കൊണ്ട് ഒരു നാടിനെ സമ്പൂർണമായിട്ടും മാലിന്യമില്ലാത്ത ഗ്രാമമാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് കവിയൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ കൃത്യതയോടുകൂടി ആ പ്രവർത്തനം നടന്നു വരുന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ആ പ്രവർത്തനം നടത്തുന്ന ഗ്രാമപഞ്ചായത്തായി ഇത് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ആധാരമായിട്ടുള്ളത് ജനപ്രതിനിധികളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികൾ വളരെ ആത്മാർത്ഥയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ നാടിൽ നിന്നും, കവിയൂർ ഗ്രാമത്തിൽ നിന്നും മാലിന്യം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ, അത് നേതൃത്വം കൊടുക്കുന്ന മറ്റ് സന്നദ്ധ പ്രവർത്തകർ, ഇവരെല്ലാവരും ഈ പ്രവർത്തനത്തിൽ ഗ്രാമപഞ്ചായത്തിനൊപ്പം നിന്ന് സഹകരിക്കുകയാണ്. അതുകൊണ്ട് വളരെ മാറ്റം ഈ ഗ്രാമപഞ്ചായത്തിന് മാലിന്യ മുക്തം ആക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്ന് കണ്ട കാഴ്ചകളായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. തൂമ്പയുമെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. തൊഴിലുറപ്പ് സഹോദരിമാരോടൊപ്പം ശുചീകരണ പ്രവർത്തനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. പോളച്ചിറ തടാകത്തിന് അഭിമുഖമായി വരുന്ന വയോജന വിശ്രമ കേന്ദ്രം ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.